നമസ്കാരം. ഇന്നത്തെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എന്തും പറയേണ്ട, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ചിരിപ്പിച്ച് എന്നാ പറയുക, തെറി മുഴുവൻ വാങ്ങിക്കൂട്ടുന്ന ഒരാളാണ് രേണുസുതി അല്ലേ. രേണുസുതിയെ എല്ലാവർക്കും അറിയാം. ശരിക്കും തെറി എന്നൊക്കെ പറഞ്ഞാൽ പച്ച തെറിയാണ്. ഞാൻ കുറേ കമൻറ്റ് കാണിക്കാം, എന്തിനാണ് ഇങ്ങനെ തെറി മേടിക്കുന്നത് അല്ലേ. കൊല്ലം സുധിയുടെ ഭാര്യ എന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു പേരോട് കൂടി പ്രത്യക്ഷപ്പെട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് കെടുത്താൻ വേണ്ടി ഒരു പെണ്ണുമ്പിള്ളാന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും നമുക്ക് ആ ഫണ്ണി ഡാൻസിലേക്ക് കിടക്കാം. ഞാനിത് ഒരിക്കലും ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ. നമുക്കത് കാണാം. ഇത് നല്ല ഒറിജിനൽ നല്ല കലാകാരിയാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. ഈ കോപ്രായത്തിനെ കാണിച്ച് എന്തിനാണ് ഈ തെറി മുഴുവൻ കേടിക്കുന്നത്? അപ്പോൾ ചോദിക്കും, നിനക്ക് എന്തിൻ്റെ സുഖക്കേടാന്ന് ചോദിക്കും. അങ്ങനെയല്ലത്. ഈ ഒരു എന്തൊക്കെയാണ് കാണിച്ചു വിടും, നമുക്ക് നോക്കാം. ഒന്ന് ഇത് ഈ സ്ക്രീനിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എന്താ ചെയ്തല്ലേ, എന്തൊക്കെ എന്നാ ആക്ഷനാ, എന്നാ സ്പീഡാ, എന്താ എന്നെ എൻ്റെ പൊന്നി ചേച്ചി സമ്മതിക്കാം. നമുക്ക് മറ്റൊരു ഗ്രൂപ്പും കൂടെ കാണാം. അതുകൂടെ നിങ്ങൾ കാണും. അത് ഈ സ്റ്റേജിൽ നിങ്ങൾ നോക്കി, സ്റ്റേജിലേക്ക് നോക്കി, പുറകിരിക്കുന്ന പുള്ളി വരെ ചിരിക്കെന്ന് പറഞ്ഞ അമ്മാതിരി ചിരിക്കുക. ഇങ്ങനെ ഒരു നാട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനല്ലേ, ആറാൻ വേണ്ടിയും തെറി വെക്കാൻ വേണ്ടിയൊക്കെ രേണുസുതിക്ക് ഒരു മടിയുമില്ല. രേണുസുതി എൻ്റെ അമ്മ ഭയങ്കരം തന്നെ. എൻ്റെ പൊന്നിരങ്ങനെ. നമുക്ക് അടുത്തത് കൂടെ കാണാം. അടുത്തത് അതിലും വലിയ രസമാണ്. പാട്ട് പിന്നെയും കുഴപ്പമില്ല, എന്നാലും ഇതിനെയൊക്കെ പാടാവോ? പാട്ടിനെ കൊല്ലുവാണ്. ശാന്തവിള നമ്മുടെ ശാന്തവിളയില്ലേ, ശാന്തവിളയുമായിട്ട് ഒരു വിഷയമുണ്ട്. ഒരു സംവിധായകനാണ് ശാന്തവിള. ആ പുള്ളിയുമായിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്. അയാളുടെ തന്തയ്ക്ക് വരെ രേണുസുതി വിളിച്ചു. ശാന്തവിള എന്താണ് പറഞ്ഞത്? വീഡിയോ വിഷയം ഇടാൻ, ശാന്തവിളയുടെ വീഡിയോ ഇടാം. ശാന്തവിള പറയുന്നത്, കേരളത്തിൽ അങ്ങനെ ഒരു അവതാരമുണ്ട്. ഞാൻ ബാറിൽ പോയി ബാർ ഡാൻസ് ചെയ്തു, എന്നെ റിസീവ് ചെയ്യാൻ മലയാളികൾ. എന്നാ പറയണ്ടേ, ശാന്തവിള പറഞ്ഞതിന്റെ സത്യം എന്ന് പറഞ്ഞാൽ ദുബായിലെ ഒരു എന്താ പറയണ്ടത്, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നമ്മളിവിടെ എന്താ ഒരുപാട് ബസ്സുകളുണ്ടെന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരുപാട് ഹോട്ടൽ ശൃംഖലകളുണ്ട്. താമസിക്കുന്ന ഹോട്ടലുണ്ട്. ഈ താമസിക്കുന്ന ഹോട്ടലുകളിലെല്ലാം ബാറുണ്ട്. ബാർ അറ്റാച്ച്ഡ് ആണ്. അപ്പം ചില ബാർ ഹോട്ടൽസിൽ 3-4 സെപ്പറേറ്റ് ബാറുണ്ട്. അതിലൊന്ന് ഡാൻസ് ബാർ ആയിരിക്കും, പിന്നെയുള്ള റൂഫ് ടോപ്പ് ബാർ, അങ്ങനെ പലതരത്തിലുള്ള ബാറുകളാണ് ദുബായിലുള്ളത്. അത് എവിടെ തിരിഞ്ഞാലും ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഹോട്ടലുകളാണ്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഈ ഡാൻസ് കളിക്കുന്ന ആളുകളുണ്ട്, ഡാൻസ്. അപ്പം അത് നമ്മുടെ കൂടുതലും ഇന്ത്യക്കാരാണ് ഏറ്റവും കൂടുതൽ, ഹിന്ദിയിലുള്ള ആളുകൾ, മലയാളികൾ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. അവിടെ ഇങ്ങനെ നമ്മൾ ഹിന്ദി സിനിമയിലെ കണ്ടുപോലത്തെ ആടിയും പാടിയും ഒരു സ്റ്റേജിൽ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. അപ്പം ശാന്തവിള ആ പുള്ളി പറഞ്ഞു വെച്ചാൽ, രേണു അവിടെ ഇന്ന ജോലിയാണ് ചെയ്യുന്നത്. അതായത് ഹോട്ടലുകളിലും അതുപോലെ വലിയ വലിയ 3 സ്റ്റാർ 5 സ്റ്റാർ ഒക്കെ ആയിട്ടുള്ള വലിയ ഹോട്ടലുകളുണ്ട്. അവിടെ ഇങ്ങനെ മലയാളികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡാൻസ് കളിക്കുന്ന ഒരു ഇത് അങ്ങനെയാണെങ്കിൽ വൾഗറായിട്ട് രേണുവിനെ അവിടെ കൊണ്ടുപോയി ഈ നിർത്തി ഡാൻസ് കളിക്കുന്നവരുടെ കൂടുതൽ നിർത്തി കഴിയുമ്പോൾ കൂടുതൽ ആൾക്കാർ ഇവളെ കാണാൻ വേണ്ടി കയറി, അങ്ങനെ കച്ചവടം കിട്ടും. അങ്ങനെ വേണ്ടി. അതായത് നമ്മുടെ ദിലീപ്, ഉദാഹരണത്തിന് ദിലീപ് ദേപുട്ട് എന്ന് പറഞ്ഞത്, ഞാൻ ദുബായിലുണ്ടായിരുന്ന കുറച്ച് സമയത്ത് ദേപുട്ട് എന്ന് പറഞ്ഞിടത്ത് ഞാൻ താമസിച്ചത്, ഞാൻ വിസിറ്റിംഗ് വിസയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേപുട്ടിന് നേരെ ഓപ്പോസിറ്റ് ഞാൻ താമസിച്ചത്. അപ്പോൾ ഈ ദേപുട്ടിൽ ദിലീപ് ഇടയ്ക്ക് വരും എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം വരും. അപ്പോൾ ഈ ഒരു ദിവസം വരുമ്പം ദിലീപിനെ കാണാൻ വേണ്ടി ദേപുട്ട് എന്ന് പറഞ്ഞ ആ കടയിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറും ദിലീപിനെ കാണാൻ. ചില സമയത്ത് നാദൃശ്യമൊക്കെ വരുന്നുണ്ട്. സിനിമാ നടന്മാർ പലരും വന്നാൽ ഈ ദേപുട്ടി വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ഒത്തിരി കലാമ എന്ന് പറഞ്ഞ ഏരിയയാണ്. അപ്പം അവിടെ ഒരുപാട് മലയാളികളുടെ ഹോട്ടൽസ് ഒരുപാടുണ്ട്. അപ്പോൾ ഈ ദേപുട്ട് ഭയങ്കര ഫേമസാണ്. അപ്പോൾ ദിലീപ് ഇങ്ങനെ വരുമെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് ഇടിച്ച് ദിലീപിനെ കാണാൻ വേണ്ടി കടയിലേക്ക് കയറും. ചില വെള്ളിയാഴ്ചകളിൽ, ഏറ്റവും കൂടുതൽ അവിടെ വെള്ളിയാഴ്ച അവധിയുള്ള ദിവസങ്ങളിൽ കണ്ടമാനം ആൾക്കാർ വരും ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഈ രേണുസുതിനെ ചില ഈ ബാറുകളുണ്ട്, ഡാൻസ് ബാറുകളുണ്ട് ദുബായിൽ. ചിലതല്ല, ഒരുപാട് ഡാൻസ് ബാറുകളുണ്ട്. ദുബായ് പോയവർക്കും ജോലി ചെയ്യുന്നവർക്കെല്ലാം കരാമ, ദുബായ് ഏരിയകളിലും. അതുപോലെ ദുബായിയുടെ മെയിൻ ഇതെന്ന് പറയുന്നത് അവിടുത്തെ ഇതാണ് സംഭവം. അതായത് ഈ ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെ, താമസിക്കുന്നവർ, അവിടെ ബാറ്, അങ്ങനെയുള്ള സംഭവം.
അപ്പോൾ അതിൽ ഈ ഡാൻസ് ചെയ്യലാണ് ശ്രുതിയുടെ രേണു ശ്രുതി ചെയ്യുന്നത് അവിടെ. അതാണ് ശാന്തികുള പുള്ളി പറഞ്ഞത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ക്രാഷായിട്ട് രേണുശ്രുതി അയാളെ തെറി പറയും, ഇയാളെ രേണുവിനെ കളിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിട്ടുള്ളത്. നമുക്ക് അടുത്ത ദൃശ്യത്തിലേക്ക് പോവാം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്, അതായത് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടൊരു വിവാദം. ഞാനത് പറയാതിരുന്നേ ഉള്ളൂ. കാരണം മനഃപൂർവ്വം രേണുശ്രുതി ഇങ്ങനത്തെ വിവാദങ്ങളിലേക്ക് വിവാദം വിറ്റ് കാശാക്കുകയാണ്. വളരെ ബുദ്ധിമതിയാണ്. കാരണം അവർക്ക് പ്രത്യേകിച്ചൊരു കഴിവില്ലെങ്കിൽ പോലും അവൾ എന്തൊക്കെയോ കാണിച്ച് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് അല്ലെങ്കിൽ ആളുകളെ ചിരിപ്പിച്ചോ വൾഗറായി നടന്നോ വൾഗറായി ചെയ്തൊക്കെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ഹിറ്റാവുകയാണ്. ഈ ബോറടിയും ഈ തെറിവിളിയും കേട്ടോണ്ട് തന്നെയാണ്, അത് കാണാൻ വേണ്ടി തന്നെയാണ് ആളുകൾ ഇവളെ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് കാണാൻ വേണ്ടി, ഇവളുടെ കോമാളിത്തരം കാണാൻ. അല്ലാണ്ട് ഇവർക്ക് എന്ത് കഴിവുണ്ടായിട്ടാണ് ഇവളെ ആളുകൾ വിളിക്കേണ്ടത്? എല്ലാ ഇനാഗുറേഷനും വിളിക്കുന്നുണ്ട്. ഒരുപാട് ഇനാഗുറേഷനിൽ പങ്കെടുക്കുന്ന വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇന്നത്തെ എന്താ പറയുക, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ പുള്ളിക്കാരിയുടേതാണ്. ഇപ്പോൾ എന്തെല്ലാം പരിപാടി പങ്കെടുക്കുന്നത്, ഒരുപാട് പരിപാടിയിൽ ഗൾഫിൽ പല രാജ്യങ്ങളിൽ പുള്ളിക്കാരി പോകുന്നുണ്ട്. എല്ലായിടത്തും ഇതുപോലത്തെ പരിപാടികളിലാണ് പുള്ളി പങ്കെടുക്കുന്നത്. അതുപോലെ ബാർ ഹോട്ടലുകൾ, അങ്ങനെയുള്ള ഈ രേണുശ്രുതി എന്ന് പറഞ്ഞ രേണു എന്ന് പറഞ്ഞ പെൺകുട്ടി ശ്രുതിനെ കല്യാണം കഴിച്ചപ്പോൾ തൊട്ടാണ്, അതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു. ശ്രുതി എന്ന് പറഞ്ഞ കലാകാരൻ മരിച്ച ശേഷമാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, പുള്ളിക്കാരി അങ്ങ് ചാടിക്കേറി വേറൊരു തലത്തിലേക്ക് പോയി. അത് ഈ വൾഗറാലിറ്റിയും അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയൊക്കെ കാണിച്ച് ആൾക്കാരെ കയ്യിലെടുക്കും. ചില ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ, ആ പിള്ളേർക്ക് എങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്നാ. ആ പിള്ളേർക്ക് കുഴപ്പമില്ലായിരിക്കും, എന്താ ചെയ്യാൻ പറ്റുമല്ലേ. അമ്മ ഇങ്ങനെ ആയി പോയി കഴിഞ്ഞാൽ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.